ഹലോ ഗൈസ്, വെൽക്കം ടു ഡ്രീം ടിപ്സ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് പുതുതായി പണി കഴിയുന്ന വീടിൻ്റെ ബാത്റൂം എങ്ങനെ വാട്ടർ പ്രൂഫ് ചെയ്യാം എന്ന് നോക്കാം. ആദ്യം നമുക്ക് വാട്ടർ പ്രൂഫിങ്ങിനായി ഉപയോഗിക്കുന്ന പ്രോഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടാം. ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ സ്മാർട്ട് കെയർ ഡാം ബ്ലോക്ക് 2K എന്ന പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇത് 15 കിലോയുടെ പാക്കാണ്. ഈ ബോക്സ് പൊട്ടിക്കുമ്പോൾ ഇതിനുള്ളിൽ 2 പ്രോഡക്റ്റ് കാണാൻ സാധിക്കും. ഇതിനെ പാർട്ട് 1 എന്നാണ് പറയുന്നത്. ഇത് ലിക്വിഡ് രൂപത്തിലാണ് ഉണ്ടാകുന്നത്. ഇത് പാർട്ട് 2, ഇത് പൗഡർ രൂപത്തിലാണ് ഉണ്ടാവുക. ഇവ രണ്ടും ഒരുമിച്ച് മിക്സ് ചെയ്താണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. മിക്സിംഗ് റേഷ്യോ 2:1 ആണ്. 1 ലിറ്റർ ലിക്വിഡിന് 2 ലിറ്റർ പൗഡറാണ് യൂസ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഏകദേശ കണക്കിനാണ് ഒഴിക്കുന്നത്, കാരണം ഇത് ഉപയോഗിച്ച് ശീലമുള്ളതുകൊണ്ട് എനിക്കിതിൻ്റെ തിക്നെസ് അറിയാം. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും 1 ലിറ്റർ അളന്നെടുക്കുന്ന അതേ ടിന്നിൽ തന്നെ 2 പ്രാവശ്യം പൗഡറും അളന്നെടുക്കേണ്ടതാണ്. അളന്നെടുത്ത് മാത്രമേ മിക്സ് ചെയ്യാവൂ. ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള പൗഡറും തട്ടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. മിക്സ് ചെയ്യുമ്പോൾ തരിയായി ഉണ്ടാകും. അത് നന്നായി മിക്സ് ചെയ്ത് സമയമെടുത്ത് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് നമുക്ക് വാട്ടർ പ്രൂഫ് ചെയ്യാനുള്ള ബാത്റൂമിൻ്റെ ചുമരുകൾ നന്നായി വൃത്തിയാക്കുമ്പോൾ ഒരു തരി പൊടി പോലും തറയിലോ ചുമരിലോ പാടില്ല. അത് നന്നായി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നന്നായി ഉണങ്ങിയ ചുമരുകളിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ചുമരിൽ ഈർപ്പത്തിൻ്റെ ഒരു അംശം പോലും കാണാൻ പാടുള്ളതല്ല. ഓക്കെ, നമുക്കപ്പോൾ ഇനി അടിച്ചു തുടങ്ങാം. ഫസ്റ്റ് കോട്ടാണ് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് കോട്ട് നമ്മൾ എപ്പോഴും ഹൊറിസോണ്ടൽ രീതിയിലാണ് അടിക്കേണ്ടത്. അത് സമയമെടുത്ത് സുഷിരങ്ങളും ഹോളുകളും എല്ലാം അടയുന്ന രീതിയിൽ വളരെ സാവധാനം അടിച്ചാൽ മതി. ഫസ്റ്റ് കോട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അടിക്കാം, ഹൊറിസോണ്ടൽ രീതിയിലോ വെർട്ടിക്കൽ രീതിയിലോ. ഫസ്റ്റ് കോട്ട് നമ്മൾ അടിക്കുന്നത് ഹൊറിസോണ്ടൽ രീതിയിലാണെങ്കിൽ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യേണ്ടത് വെർട്ടിക്കൽ രീതിയിലാണ്. വെർട്ടിക്കൽ രീതിയിലാണ് ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ സെക്കൻഡ് കോട്ട് നമ്മൾ ഹൊറിസോണ്ടൽ രീതിയിൽ അടിക്കണം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അടിക്കുക. എങ്ങനെ അടിച്ചാലും കുഴപ്പമില്ല. ഫസ്റ്റ് കോട്ട് അടിച്ച് ഡ്രൈ ആകാൻ വേണ്ടി 6 മണിക്കൂറാണ് ആവശ്യമുള്ളത്. 6 മണിക്കൂറിന് ശേഷം സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഫസ്റ്റ് കോട്ട് അടിച്ച് 2ാമത്തെ ദിവസമാണ് സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യുന്നത്. സെക്കൻഡ് കോട്ട് അടിച്ച് 3ാമത്തെ ദിവസമാണ് 3ാമത്തെ കോട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് കോട്ട് ഹൊറിസോണ്ടൽ രീതിയിൽ അടിച്ചതിനാൽ സെക്കൻഡ് കോട്ട് ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, വെർട്ടിക്കൽ രീതിയിൽ. ഓക്കെ, നമ്മളങ്ങനെ ഫസ്റ്റ് കോട്ട് അടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഉണങ്ങുവാൻ വേണ്ടി 6 മണിക്കൂർ സമയം വേണം. 6 മണിക്കൂറിന് ശേഷം സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യും. ഞാനിവിടെ ഫസ്റ്റ് കോട്ട് അടിച്ച് 1 ദിവസത്തിന് ശേഷം മാത്രമാണ് സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യുന്നത്, കാരണം ഇത് നല്ല രീതിയിൽ ഉണങ്ങുവാൻ വേണ്ടിയാണ്. ഫസ്റ്റ് കോട്ട് അടിച്ച് 2 മണിക്കൂറിന് ശേഷമുള്ള വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നല്ല രീതിയിൽ ഡ്രൈ ആയി വരുന്നത് നിങ്ങൾക്ക് കാണാം.
ഇതിനുശേഷം 6 മണിക്കൂർ കഴിഞ്ഞോ ഒരു ദിവസത്തെ ഇൻ്റർവെലിന് ശേഷമോ നിങ്ങൾക്ക് സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യാം. സെക്കൻഡ് കോട്ടിന് ശേഷം മൂന്നാമതൊരു കോട്ട് കൂടെ കഴിഞ്ഞതിന് ശേഷം ടൈൽ വിരിച്ച് അതിൻ്റെ പുറത്ത് എപ്പോക്സി ചെയ്ത് ബാത്റൂം ഉപയോഗിക്കും. ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള എല്ലാ പെയിൻറ് കടകളിലും ലഭിക്കുന്നതാണ്.